ഗവർണറും അതിനകത്ത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, തന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന ജോലിയാണ് കേരള ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഒരു വിവാദം ഉണ്ടാക്കാൻ തോന്നി. നമ്മളെല്ലാം ഭാരതാംബയെ സ്നേഹിക്കുന്നവരാണ്, ഭാരതമാതാവിനെ സ്നേഹിക്കുന്നവരാണ്. അത് ആരുടെയും കുത്തകയൊന്നുമല്ല. പക്ഷെ ഭാരതമാതാവിന്റെ കയ്യിൽ കാവ്യ കൊടി കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഞങ്ങൾ ആരും സമ്മതിക്കുന്ന പ്രശ്നവുമില്ല എന്നുള്ള കാര്യം സംശയമില്ല. ആ വിവാദം ഉണ്ടാക്കിയിട്ട് ആ വിവാദത്തിന്റെ പുറത്തും സർവകലാശാലയും വൈസ് ചാൻസലറും രജിസ്ട്രാർമാരും ഇൻഡിക്കേറ്റും എല്ലാം തമ്മിലടിക്കുക. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ? ഇതിന്റെ ഉത്തരവാദിത്വം ഗവർണർക്ക് മാറാൻ പറ്റുമോ? ഗവർണർ ഒന്നാം പ്രതിയാണ് ഇക്കാര്യത്തിൽ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ ഈ സംഘർഷങ്ങളിൽ ഗവർണർ ഒന്നാം പ്രതിയാണ് എന്നതിനെക്കാൾ സംശയമാണ്. കാരണം പഠിക്കണം കുട്ടികൾക്ക്, നിങ്ങളുടെ രാഷ്ട്രീയമല്ല അവിടെ ആവശ്യം. യൂണിവേഴ്സിറ്റിയിൽ പോയാൽ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടണം, അവർക്ക് പുതിയ അഡ്മിഷൻ വാങ്ങിക്കണം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ട്, അതെല്ലാം പരസ്പരം തമ്മിലടിക്കുന്ന അവസ്ഥ. കേരള സർക്കാരിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അവർക്കിതൊരു രാഷ്ട്രീയ അവർ നമ്മൾ മനസ്സിലാക്കേണ്ട, ഗവർണർ ഒരു കാര്യം പറയും, മുഖ്യമന്ത്രി പ്രേമലേഖനം എഴുതും ഗവർണർക്ക്. അങ്ങനെയല്ല, ഇങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? ഗവർണർക്കെതിരെ പറയാൻ ആണത്തുണ്ടെങ്കിൽ പിണറായി വിജയ, നിങ്ങൾ ആദ്യം സ്റ്റാലിനെ കണ്ട് പഠിക്കുക തമിഴ്നാട്ടിൽ പറയുന്നത് എങ്ങനെയാണെന്ന്. ഇത് ഗവർണറെ കാണുമ്പോൾ മോഡിയെ കണ്ടാൽ മുട്ടുറക്കും. പിന്നെ പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും SFIക്കാരെ കൊണ്ടും എല്ലാ ദിവസവും സമരം ചെയ്യിപ്പിക്കും, നാടകം കളിക്കുക. പിണറായി വിജയൻ പോയിട്ട് ഗവർണർ മുമ്പിൽ പോയി ഇരിക്കണം. സർവകലാശാലയുടെ പ്രതിസന്ധി നിങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഇത് പരിഹരിക്കണം എന്ന് പറയണം.